നമസ്കാരം. ധനുഷ് പി സി ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ആവർത്തന ചോദ്യങ്ങളടങ്ങിയ വീഡിയോ ആണിത്. കേരള പി എസ് സി എക്സാം എഴുതുന്ന, പ്രിലിംസ് എഴുതുന്ന എല്ലാവർക്കും 2024 നടത്തിയ പരീക്ഷകളുടെ ആൻസേഴ്സും ക്വസ്റ്റ്യൻസ് നമുക്ക് വായിച്ച് മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലേക്കുള്ള യൂറോപ്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 2 ശരിയായ പ്രസ്താവനകൾ. ഒന്നാമത്തേത്, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തി ആയിരുന്നു പോർച്ചുഗീസുകാർ. നെക്സ്റ്റ് വൺ, 1741 കുളച്ചിൽ യുദ്ധത്തിൽ ഡച്ചുകാർക്കേറ്റ പരാജയം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അവരുടെ ശക്തി ക്ഷയിക്കുന്നതിന് കാരണമായി. ഇന്ത്യയിലേക്കുള്ള യൂറോപ്യന്മാരുടെ ആഗമന ബന്ധപ്പെട്ട പ്രസ്താവനകൾ 2 ശരിയാണ്. ഒന്ന് പോർച്ചുഗീസുകാരുടെയാണ്, നെക്സ്റ്റ് ഡച്ചുകാരുടെ പോയിന്റുമാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, താഴെ പറഞ്ഞ സംഭവങ്ങളെ കാലഗണന പ്രകാരം ക്രമീകരിക്കുന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. രണ്ടാമത്തെന്ന് പറയുന്നത് ചനാർ ലഹള, ദെൻ വൈക്കം സത്യാഗ്രഹം, അടുത്തത് ക്ഷേത്രപ്രവേശന വിളംബരം, പാലിയം സത്യാഗ്രഹം. ഓപ്ഷൻ ബി ആണ് ആൻസർ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറിപ്പഴം എന്ന് അവധ് എന്ന നാട്ടുരാജ്യത്തെ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? ആൻസർ ഡൽഹൌസി പ്രഭു. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മിതവാദികൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന നേതാവ് ആരാണ്? മിതവാദികൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന നേതാവ് ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മിതവാദികൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന നേതാവ് ഇതിലേതാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. നെക്സ്റ്റ്, 2ാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയുടെ സോവിയറ്റ് ആക്രമണത്തിന് നൽകപ്പെട്ട രഹസ്യനാമം എന്തായിരുന്നു? ആൻസർ ഓപ്പറേഷൻ ബാർബറോസ എന്നാണ് അറിയപ്പെടുക. നെക്സ്റ്റ് വൺ, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ NCRB 2023 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതാണ്? കൊൽക്കത്തയാണ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ NCRB 2023 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതാണ്? കൊൽക്കത്തയാണ്. ഭൂമധ്യരേഖയിൽ കോറിയോലിസ് ബലം ഡാഷാണ്. ഭൂമധ്യരേഖയിൽ കോറിയോലിസ് ബലം 0 ആണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൺസിൻക്രൊണൈസ്ഡ് ഉപഗ്രഹം ഏതാണ്? ആൻസർ IRS-1A. സൺസിൻക്രൊണൈസ്ഡ് ഉപഗ്രഹം IRS-1A. നെക്സ്റ്റ് വൺ, തന്നിരിക്കുന്നവയിൽ വേമ്പനാട്ടുകായലിൽ പതിക്കാത്ത നദി ഏതാണ്? ഭാരതപ്പുഴ. നെക്സ്റ്റ് വൺ, ഭൂവൽക്കത്തിലെ ഫലകങ്ങളുടെ ചലനത്തിന് കാരണമാകുന്ന പ്രധാന ബലം ഏതാണ്? ഭൂവൽക്കത്തിലെ ഫലകങ്ങളുടെ ചലനത്തിന് കാരണമാകുന്ന പ്രധാന ബലം ഏതാണ്? ആൻസർ എന്താ വരിക? ഭൂമിയുടെ ഉൾഭാഗത്തു നിന്നുള്ള സംവഹന പ്രവാഹം. അതായത് സാധാരണ ജോഗ്രഫിക്ക് നമ്മൾ പഠിക്കുമ്പോഴത്തേക്കിനല്ലേ ഭൂമിയിൽ ഇതുപോലെ ഫലകങ്ങളുണ്ടല്ലേ, ഫലകങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. അതായത് നമ്മുടെ ഭൂമിക്കടിയിൽ വെള്ളമുണ്ടെന്നാണ് നമ്മൾ ജോഗ്രഫിക്കലി പഠിച്ചിട്ടുള്ളത് അല്ലേ, അതിന് ലാവോ പോലുള്ളത്. അപ്പോൾ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാറുണ്ടല്ലോ. അങ്ങനെ വരുമ്പോഴാണ് ഭൂമികുലുക്കമൊക്കെ, ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ ഭൂമികുലുക്കം ഉണ്ടാകും. അങ്ങനെയൊക്കെയാണ് പറയപ്പെടുക അല്ലേ. ശരിക്കും ജോഗ്രഫിക്കലി അങ്ങനെ തന്നെ പഠിക്കുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവം ഉണ്ടാകുന്നത്? ഭൂമിയുടെ ഉൾഭാഗത്തുള്ള സംവഹന പ്രവാഹം അല്ലേ. നമ്മൾ പണ്ടത്തെ 10ാം ക്ലാസ് ടെസ്റ്റിലുള്ള കണ്ടൻറ്റാണിത്. ഭൂമിയുടെ ഉൾഭാഗത്തുള്ള സംവഹന പ്രവാഹമാണ് എന്തിന് കാരണം? ഭൂവൽക്കത്തിലെ ഫലകങ്ങളുടെ ചലനത്തിന് കാരണമാകുമെന്നാണ് പറയപ്പെടുക. ഓക്കെ, നെക്സ്റ്റ് വൺ, സമുദ്ര ഊഷ്മാവ് സാധാരണയിൽ നിന്നും ഉയരുന്നതിന് കാരണമാകുന്നത് ഏതാണ്? എൽ നിനോ ആണ്. കാറ്റിൽ നിന്നുള്ള ഊർജം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? വിൻഡ് എനർജി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ്? PM ഉജ്ജ്വല യോജന.
നെക്സ്റ്റ്, ഹരിത വിപ്ലവ ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1, 2, 3 ശരിയായ പ്രസ്താവനകൾ. 1. ബഫർ സ്റ്റോക്ക് സൃഷ്ടിക്കുന്നതിനാവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ സംരക്ഷിക്കുവാൻ ഗവൺമെൻറ്റിന് സാധിച്ചു. 2. പാവപ്പെട്ടവർ ഗുണകരമായ വിധത്തിൽ ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. സമ്പന്ന കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. ഇതെല്ലാം ഹരിത വിപ്ലവ സമയത്തുണ്ടായ കാര്യങ്ങളാണ്. നെക്സ്റ്റ് വൺ, ആദ്യത്തെ 50 വർഷക്കാലയളവിലെ പഞ്ചവത്സര പദ്ധതികളിൽ പൊതുമേഖലയെ ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? 1, 2 ശരിയായ പ്രസ്താവനയാണ്. 1-ാം പഞ്ചവത്സര പദ്ധതി മുതൽ 5-ാം പഞ്ചവത്സര പദ്ധതി വരെ പൊതുമേഖലയ്ക്കുള്ള മുതൽ മുടക്കിൻ്റെ വിഹിതത്തിൽ വർധനവുണ്ടായി. നെക്സ്റ്റ് വൺ, 6 മുതൽ 8 വരെയുള്ള പഞ്ചവത്സര പദ്ധതികളിൽ പൊതുമേഖലയ്ക്കുള്ള മുതൽ മുടക്കിൻ്റെ വിഹിതം കുറഞ്ഞു. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വായിക്കാൻ നമുക്ക് കുറച്ച് പാടാണെങ്കിലും നമുക്ക് പ്രിലിംസിന് വന്നേക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ ടഫ് അല്ലേ, വളരെ പ്രസ്താവന രീതിയിലെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ ഇതും കൂടി പ്രാക്ടീസ് ചെയ്തെങ്കിലേ പറ്റുകയുള്ളൂ. കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാലും ഇപ്പോൾ നമ്മൾ ലിസ്റ്റിലേക്ക് എത്തില്ല. അപ്പോൾ ഇതേപോലുള്ള കുറച്ച് ടഫ് ഏറിയ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ കൂടി പ്രാക്ടീസ് ചെയ്യണം. നെക്സ്റ്റ് വൺ, 2018 ജനുവരിയിൽ ആരംഭിച്ച ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം ADP പ്രകാരം കേരളത്തിലെ ജില്ല ഏതാണ്? ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാമിൽ ഉൾപ്പെട്ട കേരളത്തിലെ ജില്ല ഏതാണ്? വയനാട്. 1991 പുതിയ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായുള്ള വ്യാപാര നയ പരിഷ്കാരങ്ങൾ ലക്ഷ്യം വെച്ചത് എന്തിനെയായിരുന്നു? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇറക്കുമതിയിലും കയറ്റുമതിയിലുമുള്ള അളവ് നിയന്ത്രണങ്ങൾ പൊളിച്ചെഴുതുക, താരിഫ് നിരക്കുകൾ കുറയ്ക്കുക, ഇറക്കുമതിക്കുള്ള ലൈസൻസിങ് നടപടിക്രമങ്ങൾ ഒഴിവാക്കുക. 1991 പുതിയ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായുള്ള വ്യാപാര നയ പരിഷ്കാരമാണ് ലക്ഷ്യം വെച്ചത്. ഇതൊക്കെയായിരുന്നു. ഇതെല്ലാം ഇറക്കുമതി കയറ്റുമതി അളവ് നിയന്ത്രിക്കുക, അത് പൊളിച്ചെഴുതി, താരിഫ് നിരക്കുകൾ കുറയ്ക്കുക, ഇറക്കുമതിക്കുള്ള ലൈസൻസിങ് നടപടിക്രമങ്ങൾ ഒഴിവാക്കുക. ഇതെല്ലാമാണ് 1991 പുതിയ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായുള്ള വ്യാപാര നയപരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നത്. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ കൽക്കരിയുടെ ഉപഭോഗവുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 3 മാത്രമാണ് ശരിയില്ലാത്ത പ്രസ്താവനകൾ എഴുതുന്നത്. 1, 2 നോക്കിയേക്കാം. ഉരുക്ക് വ്യവസായത്തിനും വൈദ്യുതി ഉൽപ്പാദനത്തിനും വേണ്ടിയുള്ള കൽക്കരിയുടെ ആവശ്യം കൂടി വരുന്നു. വൈദ്യുതീകരണം വർദ്ധിച്ചതോടെ റെയിൽവേയുടെ കൽക്കരി ഉപഭോഗം കുറഞ്ഞു വന്നു. ഇത് രണ്ടും കൽക്കരി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയിൽ പെടാത്തത് ഏതാണ്? ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്. അതായത് 1, 3, 4 പെടാത്തവ അല്ലേ. നമുക്ക് 2 മാത്രം. ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ആർക്കുള്ളത്? ഇന്ത്യക്കുള്ളത്. ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയാണ് ഇന്ത്യക്കുള്ളത്. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ജനങ്ങളെ നാം ഇന്ത്യ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും ഇങ്ങനെ ആരംഭിക്കുന്നത് ഭരണഘടനയുടെ ഏത് സവിശേഷതയാണ്? ഇന്ത്യയിലെ ജനങ്ങളെ നാം ഇന്ത്യ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും ഇങ്ങനെ ആരംഭിക്കുന്നത് എങ്ങനെയുള്ള സവിശേഷതയാണ്? എവിടെയാണ്? ആൻസർ എന്താണ്? ആമുഖത്തിലാണ് ഇങ്ങനെ പറയുന്നത്. ആമുഖം. നെക്സ്റ്റ് വൺ, ചേരുംപടി ചേർക്കാനാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. നമുക്ക് നോക്കാം. ബാലവേല നിരോധനം 24 നമുക്കറിയാവുന്ന കാര്യമാണ്. സ്വത്തവകാശം എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്നുണ്ട് 300A സ്വത്തവകാശം 300A വരുന്നത്. അവസര സമത്വം എന്ന് പറയുമ്പോഴെന്താണത്? വകുപ്പ് 16 ആണ്. 16 അവസര സമത്വം. 16 വിദ്യാഭ്യാസ മൗലിക അവകാശം എന്ന് പറയുമ്പോൾ അത് 21. ഇതെല്ലാം നമുക്ക് അറിയാവുന്നതല്ലേ, എല്ലാം അറിയാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെ. ഒന്നുകൂടെ വായിക്കാം. ബാലവേല നിരോധനം വകുപ്പ് 24, സ്വത്തവകാശം 300A, പിന്നെ അവസര സമത്വം വകുപ്പ് 16, വിദ്യാഭ്യാസ മൗലികാവകാശം എന്ന് പറയുമ്പോൾ 21A ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏതാണ്? തെറ്റായ ജോഡി വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് തെറ്റായ ജോഡി വരിക അല്ലേ. അപ്പോൾ നമുക്കത് അറിയാം.
നിയമ സംവിധാനം. ഏകീകൃത നിയമ സംവിധാനം വകുപ്പ് 44. ഏകീകൃത നിയമ സംവിധാനം വകുപ്പ് 44 ആണ്. ഹൈക്കോടതി റിട്ട് അധികാരം 226. ഹൈക്കോടതിൻ്റെ റിട്ട് 226 നമുക്കറിയാം. രാഷ്ട്രപതി ഇംപീച്ച്മെൻറ്റ് വകുപ്പ് 61 അല്ലേ. രാഷ്ട്രപതി ഇംപീച്ച്മെൻറ്റ് വകുപ്പ് 61. ഹൈക്കോടതി റിട്ട് 226. ഏകീകൃത നിയമ സംവിധാനം വകുപ്പ് 44 അല്ലേ. അതൊക്കെ അറിയത്തില്ല, നമുക്കൊന്നുകൂടി ഓർക്കാൻ പറ്റും വേഗം. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ തനതധികാരത്തിൽ പെടാത്തത് ഏതാണ്? ഇന്ത്യൻ സുപ്രീം കോടതിയുടെ തനതധികാരത്തിൽ പെടാത്തവ ഏതാണ്? ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. സി ആൻഡ് ഡി ആണ് വേണ്ടാത്തത് അല്ലേ. അപ്പോൾ സുപ്രീം കോടതിയുടെ അധികാരത്തിൽ വിടുന്നത് ഏതൊക്കെയാണ്? കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ അവർ ഇടപെടുന്നുണ്ട്. സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കത്തിലും സുപ്രീം കോർട്ട് ഇടപെടുന്നു. ശരിയായത് മാത്രം നോക്കി പോകാം. കേന്ദ്രവും സംസ്ഥാനങ്ങളും തർക്കങ്ങൾ ഇടപെടുന്നുണ്ട്. സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളിലും സുപ്രീം കോടതി ഇടപെടുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. യൂണിയൻ ലിസ്റ്റിൽ പെടാത്തവ ഏതൊക്കെയാണ്? ഇവിടെ തുറമുഖങ്ങൾ, റെയിൽവേ, ഹൈവേകൾ, പൊതുജനാരോഗ്യം എന്നിവയുണ്ട്. ലിസ്റ്റിൽ പെടാത്തവ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റുന്നുണ്ട്? പൊതുജനാരോഗ്യമാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടാത്തത് അല്ലേ. തുറമുഖങ്ങൾ, ഹൈവേകളും റെയിൽവേയും യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന സെക്ഷൻ 3 സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റും അല്ലേ. യൂണിയൻ ലിസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് സെക്ഷൻ 3 പഠിച്ചു വെക്കുക. തുറമുഖങ്ങൾ, റെയിൽവേയും ഹൈവേകളും യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നവയാണ്. നെക്സ്റ്റ് വൺ, മന്ത്രിമാരുടെ കൗൺസിലിൻ്റെ വലിപ്പം അംഗങ്ങളുടെ 50% പരിമിതപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 91-ാം ഭേദഗതിയാണ്. മന്ത്രിമാരുടെ അംഗങ്ങളുടെ വലിപ്പം മന്ത്രിമാരുടെ കൗൺസിലിൻ്റെ വലിപ്പം അംഗങ്ങളുടെ 50% ആയിരിക്കണം എന്നാണ് പറയപ്പെടുക. അതങ്ങനെ വരുത്തിയ ആരാണത്? 91-ാം ഭേദഗതി വഴിയാണ് അല്ലേ. 91-ാം ഭേദഗതി വഴിയാണെന്ന് 15% നോക്കുമ്പോൾ 91-ാം ഭേദഗതി വഴി 15% ആക്കി വെച്ചിട്ടുണ്ട് അല്ലേ. മന്ത്രിമാർ അതിൻ്റെ കൂടെ വന്നിട്ട് 15% ആക്കിയത് എപ്പോഴാണ്? 91-ാം ഭേദഗതി വഴിയാണ് അങ്ങനെ ആക്കി വെച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, ചേരുംപടി ചേർക്കാനാണ്. ആൻസർ ഓപ്ഷൻ സി ആണ് നമുക്കവിടെ വരേണ്ടത്. നോക്കാം അല്ലേ. പി കെ തുങ്കൻ കമ്മിറ്റി എന്ന് പറയുമ്പോൾ 1989. പി കെ തുങ്കൻ കമ്മിറ്റി 1989. പ്രാവശ്യം പ്രിലിംസിൻ്റെ കുറേ ഇയർ ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നോക്കാം. പി കെ തുങ്കൻ കമ്മിറ്റി 1989 ആണ്. പി കെ തുങ്കൻ കമ്മിറ്റി 1980 ആണ്. നെക്സ്റ്റ്, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി 1957 ആണ്. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി 1957 ആണ്. നെക്സ്റ്റ്, അശോക് മേത്ത കമ്മിറ്റി 1977 ആണ്. അശോക് മേത്ത കമ്മിറ്റി 1977. അശോക് 1977. അടുത്തത് LM സിംഗി കമ്മിറ്റി എന്ന് പറയുമ്പോൾ 1986. സിംഗി കമ്മിറ്റി 1986 ആണ്. ഓക്കെ, തുങ്കൻ കമ്മിറ്റി 1989 തുങ്കൻ കമ്മിറ്റി. ബൽവന്ത് റായ് കമ്മിറ്റി 57. ബൽവന്ത് റായ് 57. അശോക് മേത്ത 77. അശോകൻ 77. സിംഗി കമ്മിറ്റി 86 അല്ലേ. LM സിംഗി കമ്മിറ്റി 86. LM സിംഗി കമ്മിറ്റി 86. നെക്സ്റ്റ്, തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ വരാത്ത സർക്കാർ പ്രസ്ഥാനം ഏതാണ്? ഇതൊന്നുമല്ല എന്നുള്ളതാണ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റ് സൂചിപ്പിച്ചിട്ടുള്ള നിയോജക മണ്ഡലം ഏത് MLA യുടെയാണ്? തെറ്റ് ഏതെന്നാണ് ചോദ്യം. ഇവിടെ കൊടുത്തേക്കുന്ന എല്ലാം തന്നെ തെറ്റ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. എല്ലാം തെറ്റാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം, വേണ്ടത് നോക്കിപ്പോകാം. നാരീശക്തി വന്ദൻ അധിനിയം ബിൽ ലോക്സഭ പാസ്സാക്കിയ ദിനം ഏതാണ്? 2023 സെപ്റ്റംബർ 20. നാരീശക്തി വന്ദൻ അധിനിയം 2023 സെപ്റ്റംബർ 20. 2023 സെപ്റ്റംബർ 20 നെക്സ്റ്റ്, ഇന്ത്യൻ നിയമനിർമ്മാണ പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങൾ ശരിയായി ക്രമപ്പെടുത്തി എഴുതുക എന്നുള്ളതാണ് ചോദ്യം അല്ലേ. അതിൽ ആദ്യത്തെ 1ാം വായന, ദെൻ 2ാം വായന, പിന്നെ കമ്മിറ്റി ഘട്ടമാവുന്നു, ദെൻ റിപ്പോർട്ടിംഗ് ഘട്ടം, ലാസ്റ്റിലാണ് എന്ത് വരിക? 3ാം വായന. 1ാം വായന ആദ്യം ഒന്ന് വായിക്കുന്നു, ദെൻ 2ാം വായന, പിന്നീട് കമ്മിറ്റി ഘട്ടമായി വെക്കുന്നു. കമ്മിറ്റി കൂടിയതിന് ശേഷമാണ് എന്ത് റിപ്പോർട്ടിംഗ് ചെയ്യുന്നു. കമ്മിറ്റി കൂടിയിട്ട് 1ഉം 2ഉം വായന കഴിഞ്ഞ് കമ്മിറ്റി കൂടുന്നു, റിപ്പോർട്ട് ചെയ്യപ്പെട്ട ശേഷം അവസാനമായിട്ടാണ് പിന്നെ 3ാം വായന കൊണ്ടുവന്ന് കൺഫേം ചെയ്യുക. അങ്ങനെ ഓർത്താൽ മതി. 1 വായിക്കുന്നു, 2 വായിക്കുന്നു, ദെൻ അവിടെ കമ്മിറ്റി ഒരു കൂടുന്നു, അതിനുശേഷം കമ്മിറ്റി റിപ്പോർട്ട് അവതരിപ്പിക്കുന്നു, അതിനുശേഷം എന്താണ് അടുത്ത വായന 3ാം വായനയിൽ അത് ഫിക്സ് ചെയ്യപ്പെടുന്നു. ഓക്കെ.
നെക്സ്റ്റ് തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം? ശരിയായ ജോഡി ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കാൻ നമുക്കറിയാവുന്നതാണ് അല്ലേ. മാൻഡമസ് ഞങ്ങൾ ആജ്ഞാപിക്കുന്നുള്ളത് അല്ലേ, കൽപ്പിക്കുന്നില്ല, ആജ്ഞാപിക്കുന്നു എന്ന് പറയുന്നുണ്ട്. കൊവാറൻറ്റ് എന്നുള്ളത് എന്ത് അധികാരത്തിൽ എന്നുള്ളതുമാണ് അല്ലേ. നെക്സ്റ്റ് 4Ds എന്നറിയപ്പെടുന്ന സവിശേഷ ലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന അപര്യാപ്തത രോഗം ഏതാണ്? 4Ds എന്ന് പറയുമ്പോൾ ഏതാണ്? 4Ds എന്ന് പറയുമ്പോൾ എന്താണ്? പെല്ലാഗ്രയാണ് 4Ds എന്ന് പറയുന്ന അസുഖം. 4Ds എന്ന് പറഞ്ഞാൽ പെല്ലാഗ്ര. AB രക്തഗ്രൂപ്പുള്ള വ്യക്തികൾ സാർവിക സ്വീകർത്താവ് എന്ന് വിളിക്കപ്പെടാൻ കാരണം അവരുടെ രക്തത്തിൽ എന്തില്ല? പ്ലാസ്മയിൽ ആൻറ്റിബോഡി എയും ബിയും ഇല്ല. പ്ലാസ്മയിൽ ആൻറ്റിബോഡി എയും ബിയും ഇല്ല. അതുകൊണ്ടാണ് അവയെ സാർവിക സ്വീകർത്താവെന്ന് വിളിക്കുക അല്ലേ. ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എ ബ്ലഡ് ഗ്രൂപ്പുണ്ട്, ബി ബ്ലഡ് ഗ്രൂപ്പുണ്ട്, AB ഉണ്ട്, O ഗ്രൂപ്പുണ്ട് അല്ലേ. ഇതിനെല്ലാം വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? അവയിൽ ഏത് ആൻറ്റിജനാണുള്ളത് നോക്കിയിട്ടാണ് വിളിക്കപ്പെടുക. എയിൽ A ആൻറ്റിജൻ ഉണ്ട്, അതുപോലെ ബിയിൽ B ആൻറ്റിജൻ ഉണ്ട്, ABയിൽ Aയും Bയും ആൻറ്റിജൻ ഉണ്ട്, Oയിൽ ആൻറ്റിജനുകൾ ഒന്നും തന്നെ ഇല്ല. ഇതിലിവിടെ ആൻറ്റിജൻ എന്ന് പറയുമ്പോൾ അതിനെതിരെ ആൻറ്റിബോഡി എവിടെയുണ്ട്? ബ്ലഡിലുണ്ട്. ഓക്കെ, ആൻറ്റിബോഡി എവിടെയുണ്ട്? അതിനകത്ത് വരുന്നുണ്ട്. അപ്പം എന്താ പറയുക? എയിൽ ആൻറ്റിബോഡി ഏതായിരിക്കും? ബി ആയിരിക്കും ഇവിടുത്തെ ആൻറ്റിബോഡി. ബിയിൽ എന്താണ് ഇവിടുത്തത്? എ ആയിരിക്കും ഇവിടുത്തെ ആൻറ്റിബോഡി വരിക. ABക്കകത്ത് ആൻറ്റിബോഡീസ് ഇല്ല. ഇവിടെ എയും ബിയും ആൻറ്റിബോഡികൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ AB എന്ന് പറയുമ്പോൾ അവിടെ സാർവിക സ്വീകർത്താവാണെങ്കിൽ O എന്ന് പറയുന്നത് എന്താണ്? സാർവിക ഡോണർ അല്ലേ. ഡോണേഴ്സാണ് അവർ, ഡോണേഴ്സ് എന്ന് പറയും. നെക്സ്റ്റ് വരുന്നത് ശരീരപേശികളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന ധാതു. ശരീരപേശികളിൽ ഏറ്റവും കൂടുതൽ അളവ് കാണപ്പെടുന്ന ധാതു ഏതാണ്? പൊട്ടാസ്യം. മനുഷ്യശരീരത്തിലെ 24 മണിക്കൂർ ദിനതാളക്രമം നിയന്ത്രിക്കുന്ന ഹോർമോൺ, 24 മണിക്കൂർ ദിനതാളക്രമം കാണിക്കുന്ന ഹോർമോൺ ഏതാണ്? മെലാറ്റോണിൻ. മെലാറ്റോണിൻ അല്ലേ. മറ്റൊരു ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കാം? രാത്രിയും പകലും തിരിച്ചറിയാൻ സഹായിക്കുന്ന വിധം അല്ലേ. നമുക്ക് രാത്രിയും പകലുമാണ് തിരിച്ചറിയാൻ സഹായിക്കുന്ന ഹോർമോൺ ഏത് തന്നെയാണ്? മെലാറ്റോണിനാണ്. അപ്പം 24 മണിക്കൂർ ദിനതാളക്രമം അത് തന്നെയാണ് രാത്രിയും പകലും. നമുക്ക് രാത്രി ഉണ്ടെന്നും പകലുണ്ടെന്നും നമുക്ക് ഐഡൻറ്റിഫൈഡ് ആവുന്നത് അങ്ങനെ തന്നെയാണ്, മെലാറ്റോണിനാണ്. അക്രമങ്ങൾ, അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്ക് ഇരയാകുന്ന ഭിന്നശേഷിക്കാർക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ്? പരിരക്ഷയാണ്. 1987 വായു മലിനീകരണം തടയലും നിയന്ത്രണവും ഭേദഗതി നിയമത്തിൽ ദോഷകരമായ വസ്തുക്കളുടെ പട്ടികയിൽ പെടുത്തിയത് ശബ്ദമാണ് ദോഷകരം. നെക്സ്റ്റ് വൺ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു അത്ലറ്റ് ഒരു ജാവലിൻ ത്രോ പരമാവധി തിരശ്ചീന പരിധി കിട്ടും വിധം എറിയുന്നു. അപ്പോൾ അതിൻ്റെ എന്ത് സംഭവിക്കുന്നു? തിരശ്ചീന പ്രവേഗവും ലംബീയ പ്രവേഗവും തുല്യമാണ്. ജാവലിൻ ത്രോയുടെ കാര്യം നോക്കുമ്പോൾ തിരശ്ചീന പ്രവേഗവും ലംബീയ പ്രവേഗവും തുല്യമാണ്. നെക്സ്റ്റ് VE എന്നത് ഭൂമിയുടെ പലായന വേഗത്തെയും V0 എന്നത് VO അല്ലെങ്കിൽ V0 എന്നത് ഭൂമിയുടെ പരമാവധി അടുത്ത് പരിക്രമണം ചെയ്യുന്ന ഉപഗ്രഹത്തിൻ്റെ പരിക്രമണ വേഗത്തെയും പ്രതിനിധീകരിക്കുന്നു എങ്കിൽ അവ തമ്മിലുള്ള ബന്ധം എന്താണ്? ആൻസറുടെ ഓപ്ഷൻ എ ആണ്. VE = √2VO. നെക്സ്റ്റ് നോക്കാം. ഒരു കോൺവെക്സ് ദർപ്പണത്തിൻ്റെ വക്രത ആരം 24 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ ഫോക്കസ് ദൂരം എത്രയല്ല? എപ്പോഴും ഇതിനെപ്പറ്റി ക്വസ്റ്റ്യൻസ് എപ്പോഴും ഉണ്ടാവാറുണ്ട് അല്ലേ. ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കണ്ടുകൊണ്ടേയിരിക്കും ഇതിങ്ങനെ. ആൻസർ എത്താൻ്റെ ഓപ്ഷൻ സി ആണ്, 12 സെൻറ്റിമീറ്റർ അല്ലേ. 12 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരം. അടുത്തത് താഴെ പറയുന്നവയിൽ ചന്ദ്രയാൻ 3ൻ്റെ ദൗത്യ ലക്ഷ്യങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? മുകളിൽ പറഞ്ഞവയെല്ലാം അതിൻ്റെ ചന്ദ്രയാൻ 3 ലക്ഷ്യങ്ങളിൽ പെടുന്നവയാണ്. ചന്ദ്ര ഉപരിതലത്തിൽ സുരക്ഷിതവും മൃദുവുമായ ലാൻഡ് പ്രദർശിപ്പിക്കുന്നതിന്, റോവർ ചന്ദ്രനിൽ കറങ്ങുന്നത് പ്രദർശിപ്പിക്കുന്നതിന്, സ്ഥലത്ത് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുന്നതിന്. ഇതെല്ലാം എന്താണ്? ചന്ദ്രയാൻ 3ൻ്റെ ഭാഗമായി വരുന്ന പ്രശ്നങ്ങളാണ്. നെക്സ്റ്റ് താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങളിൽ ശരിയായവ ഏതെല്ലാം? ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ. അതായത് 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവന എന്ന് വരിക. ഏറ്റവും കാഠിന്യം കൂടിയ മൂലകം ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പ് 6ലാണ് കാണപ്പെടുന്നത്. ഏറ്റവും കാഠിന്യം കൂടിയ മൂലകം ഗ്രൂപ്പ് 6ൽ കാണപ്പെടുന്നു. നെക്സ്റ്റ് ഗ്ലാസ് ഒരു ഒഴുകാൻ കഴിവുള്ള പദാർത്ഥമാണ്. ഗ്ലാസ് ഒരു ഒഴുകാൻ കഴിവുള്ള
പദാർത്ഥമാണ്. ഓക്കെ. നെക്സ്റ്റ്, അപ്പം ഉണ്ടാക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സാന്നിധ്യം മൂലം ഉയർന്ന ഊഷ്മാവിൽ അപ്പം വീർക്കുന്നു. ഇത് ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ്, ചാൾസ് നിയമം. അടുത്തത്, ഒരു പദാർത്ഥത്തിൻ്റെ തന്മാത്രാഭാരം 108 ആണെങ്കിൽ ആ പദാർത്ഥത്തിൻ്റെ 6.022 10⁻23 തന്മാത്രയുടെ പിണ്ഡം എത്ര, അല്ലേ? അവഗാഡ്രോ സംഖ്യ. പിണ്ഡം എത്രയാണെന്ന് ചോദിച്ചിട്ട് ആൻസർ ഓപ്ഷൻ എ ആണ്, 108 ഗ്രാം. നെക്സ്റ്റ്, അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷമായി ആചരിച്ചത് ഏത് വർഷം, അല്ലേ? എപ്പോഴും ചോദിക്കാം. അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷം ഏതായിരുന്നു ചോദിച്ച ആൻസർ എന്താണ്? 2019 ആണ്. അന്താരാഷ്ട്ര ആവർത്തന പട്ടിക 2019 ആണ്. നെക്സ്റ്റ്, അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പ്രിലിംസിന്, അല്ലേ, എന്താ പറയുക, സമീപരിഷ്കർത്താക്കളുടെ അല്ലെങ്കിൽ കുറേ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നോക്കാം നമുക്ക്. തപാൽ സ്റ്റാമ്പ് പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ശ്രീനാരായണ ഗുരു. കാലിഹരൺ, ഒരു മിനിറ്റ്, കാലാഹിരൺ എന്നറിയപ്പെടുന്ന മലയാളി ഫുട്ബോളർ, കാലാഹിരൺ എന്നറിയപ്പെട്ട മലയാളി ഫുട്ബോളർ ആരാണ്? IM വിജയൻ. കാലാഹിരൺ IM വിജയൻ. ആദാമിൻ്റെ മകൻ അബു എന്ന ചിത്രത്തിലുടനീളം മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ നടൻ. ആദാമിൻ്റെ മകൻ അബു നമുക്ക് ഓർമ്മയുണ്ടല്ലേ? ഓർമ്മ വരുമ്പോൾ ആരാണിത്? സലീം കുമാർ. ആദാമിൻ്റെ മകൻ അബു സലീം കുമാറാണ്. നജീബ് ഏത് പ്രധാന കഥാപാത്രത്തിലെ നജീബ് ഏത് പ്രധാന കൃതിയിലെ കഥാപാത്രമാണ് എന്ന് ചോദിക്കുമ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ആടുജീവിതം, അല്ലേ? ആടുജീവിതം. നജീബ് ആടുജീവിതം. അത് നമുക്കറിയാവുന്ന ഏകദേശം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായ ക്രിക്കറ്റർ ആരാണ്? ആൻസർ ആരാണ്? MS ധോണിയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായ ക്രിക്കറ്റർ ആരാണ്? MS ധോണിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, T ലിംഫോസൈറ്റിൻ്റെ വേർതിരിക്കലിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥി ഏതാണ്? T ലിംഫോസൈറ്റിൻ്റെ വേർതിരിക്കലിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥി ഏതാണ്? ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, തൈമസ് ഗ്രന്ഥി. അല്ലേ? തൈമോസിൻ എന്ന ഹോർമോണൊക്കെ വരും, നമുക്കറിയാം. തൈമസ് ഗ്രന്ഥി. T ലിംഫോസൈറ്റ് പ്രതിരോധ ശക്തി ഉദ്ദേശിക്കുന്നതാണ്, അല്ലേ? പ്രായപൂർത്തിയാകും വളർച്ചയെത്തുമ്പോൾ അല്ലെങ്കിൽ T ലിംഫോസൈറ്റ് അല്ലെങ്കിൽ തൈമസ് ഗ്രന്ഥി അപ്രത്യക്ഷമാവാറുണ്ട്. അപ്പോൾ T ലിംഫോസൈറ്റിൻ്റെ വേർതിരിക്കൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥി ഏതാണ്? തൈമസ് ഗ്രന്ഥിയാണ്, അല്ലേ? നെക്സ്റ്റ്, താപനിലയിൽ സെൻറ്റിഗ്രേഡ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമായിരിക്കും? ഏതിലാണ് സെൻറ്റിഗ്രേഡ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമായിരിക്കുന്ന അവസ്ഥ, അല്ലേ? -40°C നമുക്കറിയാം. -40°C സെൻറ്റിഗ്രേഡ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമായിരിക്കുക എന്ന് പറയുന്നത്. അടുത്തത്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ സെക്കൻഡിൽ പുറന്തള്ളപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? ഒരു ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ സെക്കൻഡിൽ പുറന്തള്ളപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? ആൻസർ, പ്രകാശത്തിൻ്റെ തീവ്രതയ്ക്ക് ആനുപാതികമാണ് ഒരു ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ സെക്കൻഡിൽ പുറന്തള്ളപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം എപ്പോഴും പ്രകാശത്തിൻ്റെ തീവ്രതയ്ക്ക് ആനുപാതികം ആയിരിക്കും. അടുത്തത്, ഒരു വൈദ്യുത കാന്തിക തരംഗം വായുവിൽ നിന്ന് ഗ്ലാസ് സ്ലാബിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ ഏതിനാണ് മാറ്റം ഇല്ലാത്തത്? ആൻസർ എന്താണ്? ആവൃത്തിക്കാണ് മാറ്റമില്ലാത്തത്. ചന്ദ്രയാൻ 3 റോവർ താഴെ പറയുന്നവയിൽ ഏതിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു? ആൻസർ എയും സിയുമാണ്. അതായത് ഓക്സിജൻ്റെയും സൾഫറിൻ്റെയും സാന്നിധ്യം അവിടെ സ്വീകരിച്ചിരുന്നു. ഓക്സിജൻ്റെയും സൾഫറിൻ്റെയും സാന്നിധ്യം സ്വീകരിച്ചു. നെക്സ്റ്റ്, അക്വാറീജിയ ഏതിൻ്റെ ഒരു മിശ്രിതമാണ്? ഏതാണിത്? HCl and HNO3, അല്ലെ? ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡും. HCl and HNO3 ആണ് അക്വാറീജിയ. HCl and HNO3 ആണ് അക്വാറീജിയ. വാഷിംഗ് സോഡയുടെ രാസസൂത്രം എന്താണ്? വാഷിംഗ് സോഡ എന്ന് പറയുമ്പോൾ അത് സോഡിയം, അല്ലേ? Na2CO3 10H2O. Na2CO3 10H2O ആണ് വാഷിംഗ് സോഡ, അല്ലെ? സോഡിയം നമുക്ക് ഓർക്കാം. അപ്പോൾ വാഷിംഗ് സോഡ വന്നാൽ സോഡിയം ഓർത്തിട്ട് വാഷ് ചെയ്യാം. അതായത് ഇവിടെ സോഡ എന്ന സോഡിയത്തിൻ്റെ Na നമുക്ക് ഓർക്കാം, അല്ലേ? ദെൻ വാഷിംഗ്, വെള്ളം വേണ്ടേ? അപ്പോൾ H2O കൂടെ ഓർത്ത് വെക്കാം. അപ്പോൾ Na2CO3 10H2O ആണെന്ത്?
വാഷിംഗ് സോഡ Na2CO3 and 10H3 Na2CO3 10H2O മോളിക്ക് അല്ലേ 10H2O വാഷിംഗ് സോഡയ്ക്ക് വാഷ് ചെയ്യണേ 10H2O കൂടെ വേണം Na2CO3 10H2O Na2CO3 10H2O ആണ് വാഷിംഗ് സോഡ അല്ലേ സോഡിയം വാഷിംഗ് സോഡ രാസസൂത്രം എന്താണ് രാസസൂത്രം എന്താണ് Na2CO3 10H2O അല്ലേ ഞാൻ പഠിച്ചു. നിങ്ങളും നെക്സ്റ്റ് വൺ സാന്ദ്രത കുറവായതിനാൽ വിമാന ബോഡി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? അലൂമിനിയം നെക്സ്റ്റ് ദ്രവ്യത്തിൻ്റെ അറ്റോമിക് സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ. ദ്രവ്യത്തിൻ്റെ അറ്റോമിക് സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ. നെക്സ്റ്റ് സമാധാനത്തിലുള്ള നൊബൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ വനിത ആരാണ്? അല്ലേ നമുക്കറിയാം ആദ്യത്തെ ആഫ്രിക്കൻ വനിത ആരാണ്? വംഗായി മാതായും അല്ലേ ഈ വംഗായും നമുക്ക് പരിചയമുണ്ട്, വംഗായി മാതായും ഒക്കെ പരിചയമുണ്ട് അല്ലേ. ഇനി ദി സിറ്റാഡൽ എന്ന നോവലിൻ്റെ രചയിതാവ് ഒരു ഡോക്ടറാണ്. ആരാണ് ഈ നോവലിൻ്റെ രചയിതാവ്? ആരാണ് വരുന്നത്? A.J. ക്രോണിൻ. ദി സിറ്റാഡൻ A.J. ക്രോണിൻ. നെക്സ്റ്റ് വരുന്നത് കേരളത്തിൽ ഏത് ജില്ലയിൽ കണ്ടുവരുന്ന നാടോടി കലാരൂപമാണ് അലാമിക്കളി എന്ന് പറയുമ്പോൾ എന്താണിത്? കാസർഗോഡാണ് അലാമിക്കളി. സൂക്ഷിച്ചു നോക്കൂ, കവിതയല്ലാതെ എന്തുണ്ട് ഭൂമിയിൽ? എല്ലാറ്റിനും കവിത ദർശിച്ച ഈ മഹാകവി ഏതാണ്? ആരാണിത്? പി കുഞ്ഞിരാമൻ നായർ അല്ലേ. കുഞ്ഞിരാമൻ എല്ലാത്തിലും കവിത കണ്ടു. നെക്സ്റ്റ് 2023 പുറത്തിറങ്ങിയ ദ കവനൻ്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് ആരാണ്? ദി കവനൻ്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് ആരായിരുന്നു? കവനൻ്റ് ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ ആരാണ്? എബ്രഹാം വർഗീസ്. ദ കവനൻ്റ് ഓഫ് വാട്ടർ എബ്രഹാം വർഗീസ് ആണ് എഴുതിയത്. അടുത്തത് ചുവടെ സൂചിപ്പിക്കുന്ന വ്യക്തിയെ തിരിച്ചറിയുക എന്ന് പറയുമ്പോൾ 1998 കൊടുങ്ങല്ലൂരിൽ ജനനം, ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ സജീവ പങ്കാളിത്തം, പിൽക്കാലത്ത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഫോർവേഡ് ബ്ലോക്കിൽ ആകർഷകനായി, അല്ലമീൻ പത്രത്തിൻ്റെ സ്ഥാപകനും എഡിറ്ററും. ഈ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ പറയാം? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അല്ലേ. കൊടുങ്ങല്ലൂർ ഒക്കെ പറയുമ്പോൾ നമുക്ക് എന്താണ്? അല്ലമീൻ പത്രം എന്ന് പറയുമ്പോഴും നമുക്ക് എന്ത് എത്താൻ പറ്റും? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ഒന്ന് നോക്കി വെച്ചേക്കാം. ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറിപ്പഴം എന്ന് ഡൽഹൌസി വിശേഷിപ്പിച്ച് ഏത് പ്രദേശത്തെയാണ് അല്ലേ? ആരെയാണത്? അവധിനെയാണ്. അടുത്തതല്ല ലാഹോർ. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ 1929 ലാഹോർ സമ്മേളനം ബന്ധപ്പെടാത്ത തീരുമാനം അല്ലേ? പൂർണ്ണസ്വരാജ് എന്നൊക്കെ നമുക്ക് അറിയാം. നമുക്ക് നോക്കാം. അതിൻ്റെ ആൻസർ നമുക്ക് എന്താണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. മൂന്നാമത്തത് മാത്രമാണ് ബന്ധപ്പെടാത്ത തീരുമാനം, മാത്രമാണ്. ബാക്കി നമുക്ക് വായിച്ചു നോക്കാം. ജവഹർലാൽ നെഹ്റു കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി 1929 ജവഹർലാൽ നെഹ്റു കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി. പൂർണ്ണ സ്വരാജാണ് കോൺഗ്രസ് ലക്ഷ്യമെന്ന് ലാഹോർ സമ്മേളനം തെളിയിച്ചു. ഇതിനെന്താണ്? 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കണില്ല. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്നത് കേട്ടോ. ഇതൊന്നും പഠിക്കാതെ പരീക്ഷയ്ക്ക് പോവുകയേ ചെയ്യില്ല. ജവഹർലാൽ നെഹ്റു കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി, പൂർണ്ണ സ്വരാജ് കോൺഗ്രസ് ലക്ഷ്യമായി 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കണില്ലേ. ഈ കുറേയധികം ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്യുമ്പോൾ 50 മാർക്ക് കിട്ടുന്നവരുണ്ട്. പക്ഷേ അവർക്ക് 70 എത്തില്ല. സോ അവരെന്ത് ചെയ്യും? അവർക്കൊക്കെ ഈ പ്രസ്താവനകളാണ് കുറച്ചുകൂടി എളുപ്പമായി പഠിക്കേണ്ടത് അല്ലേ. ആ കുഞ്ഞു ക്വസ്റ്റ്യനൊക്കെ അവർക്കൊക്കെ അറിയാം. പക്ഷേ ആ 60 അല്ലെങ്കിൽ 50 70 എത്താൻ എന്ത് ചെയ്യണം? ഇതുപോലെ പ്രസ്താവന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. എന്നാലേ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഭൂരിഭാഗം പേരും എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. കുറേയധികം പേരും അങ്ങനെ തന്നെയുള്ളവരാണ്. കാരണം എല്ലാവരും പഠിക്കുന്നുണ്ടല്ലോ, എല്ലാവരും പഠിക്കും. അപ്പോൾ പഠിക്കും, പക്ഷേ 50 മാർക്ക് കിട്ടുകയുള്ളൂ, 70 എത്തില്ല. ആ 20 മാർക്ക് നമ്മൾ കണ്ടെത്തുന്നത് എങ്ങനെയായിരിക്കും? ഒന്നുകിൽ കറണ്ട് അഫെയർ വെച്ച് പിടിക്കുക, അല്ലെങ്കിൽ ഈ പ്രസ്താവനയിലൂടെ പിടിക്കണം. നെക്സ്റ്റ് വൺ 1921 താഴെ പറഞ്ഞവയിൽ ഏത് സംഭവത്തിൻ്റെ ശതാബ്ദി വർഷമാണ്? 1921 ഏത് സംഭവത്തിൻ്റെ ശതാബ്ദി വർഷമാണ്? ഏതാണത്? വാഗൺ ട്രാജഡിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ജോഡികൾ പരിഗണിക്കുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. നമുക്ക് നോക്കാം അല്ലേ. കൂടിയേർച്ച എന്ന് പറയുമ്പം ഏതൊക്കെ വരുന്നുണ്ട്? പിന്നെ രണ്ടാമത്തതുണ്ടല്ലേ ശരിയായ ജോഡി, മൂന്നാമത്തതും അതാണ്.
ഇത് നമുക്കറിയാം, സമാദ് കോമുദി നമുക്കറിയാം. ആരായിരുന്നു? നിങ്ങൾക്കറിയാം അല്ലേ? കൂടിയരശി വി രാമസ്വാമി നായ്ക്കർ, വിവേകവർദ്ധിനി വീരേശലിംഗം, ഗുലാംഗിരി ജ്യോതിറാവു ഫൂലെ അല്ലേ? കൂടിയരശി വി രാമസ്വാമി നായ്ക്കർ, വിവേകവർദ്ധിനി വീരേശലിംഗം, ഗുലാംഗിരി ജ്യോതിറാവു ഫൂലെ. സമാദ് കോമുദി നിങ്ങൾക്ക് അറിയാമല്ലോ ഒക്കെ. അത് നോക്കി എപ്പോഴും ചോദിക്കുന്നത് കേട്ടോ. കൂടിയരശി വി രാമസ്വാമി നായ്ക്കർ, വിവേകവർദ്ധിനി വീരേശലിംഗം, ഗുലാംഗിരി ജ്യോതിറാവു ഫൂലെ. നെക്സ്റ്റ്, താഴെ കൊടുത്തിട്ടുള്ളവയെ കാലഗണന അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക എന്ന് പറയുന്നുണ്ട് അല്ലേ? അതിൽ ആൻസർ ഓപ്ഷൻ സി ആണ് വന്നിട്ടുള്ളത്. സി ആണ്. രണ്ടാമത്തെ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ആദ്യം വരുന്നു അല്ലേ? നെക്സ്റ്റ്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, ദെൻ റഷ്യൻ വിപ്ലവം. ഓക്കെ, നെക്സ്റ്റ് വൺ, വളരെ പ്രസിദ്ധമായ മൂഗ സിൽക്ക് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മൂഗ സിൽക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ ബന്ധപ്പെട്ടിരിക്കുന്നത് ആസാം. മൂഗ സിൽക്ക് ഈക്വൽ ടു ആസാം. മൂഗ സിൽക്ക് ആസാമാണ്. GPS ഉപയോഗിച്ചൊരു സ്ഥലത്തിൻ്റെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞത് എത്ര ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആവശ്യമാണ്? എത്ര ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആവശ്യമാണ്? 4 ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആവശ്യമാണ്. 4 ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആവശ്യമാണ്. നെക്സ്റ്റ് വൺ, ഒഡീഷയിലെ കോലാപുട്ട് ജില്ലയിൽ ഉത്ഭവിക്കുന്ന ടെൽ നദി നദിയുടെ പോഷക നദിയാണ്. ടെല്ല് ഏതിൻ്റെ പോഷക നദിയാണ്? മഹാനദിയുടെ പോഷക നദിയാണ്. മഹാനദിയുടെ പോഷക നദിയാണ് ടെൽ നദി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ റാബി വിളയായി മാത്രം കൃഷി ചെയ്യുന്നത് എന്താണ്? റാബി വിളയായി മാത്രം കൃഷി ചെയ്യുന്നത് എന്തിനെയാണ്? ബാർലിയും പയറുവർഗ്ഗവുമാണ്. എന്ത്? ബാർലി അല്ലേ? ബാർലി ആൻഡ് പയറുവർഗ്ഗമാണ് റാബി വിള. ബാർലിയും പയറുവർഗ്ഗമാണ് റാബി വിള. ഇന്ത്യയിൽ മാൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശം ഏതാണ്? പശ്ചിമഘട്ടമാണ്. ഇന്ത്യയിൽ മാൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശം ഏതാണ്? പശ്ചിമഘട്ടമാണ്. തീപായ് മുഖ് ഡാം ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് കാരണമാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയുന്നുണ്ട്? ഇന്ത്യ ബംഗ്ലാദേശ്. തീപായ് മുഖ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള തർക്കം. തീപായ് മുഖ് ഡാം എന്ന് പറയുമ്പോഴത് ഇന്ത്യ ബംഗ്ലാദേശ് അല്ലേ? അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ട്. തീപായ് മുഖ് ഡാം എന്ന് പറയുമ്പോൾ ഇന്ത്യ ബംഗ്ലാദേശ് രാജ്യത്തിന് തർക്കത്തിന് കാരണമായതല്ലേ? തർക്കിക്കാൻ മറ്റൊരു കാരണമില്ല. എന്ത് കാരണം കിട്ടിയവർക്ക്? തീപായ് അല്ലേ? തീപായ് മുഖ് ഡാം അല്ലേ? ഏത് രാജ്യങ്ങൾ തമ്മിലാണ്? ഇന്ത്യ ബംഗ്ലാദേശ്. നെക്സ്റ്റ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ജനറൽ ആരാണ് അല്ലേ? അതും അറിയാത്ത നമുക്ക് ആരായിരിക്കും? ഇപ്പോൾ ശക്തികാന്ത് ദാസ്. നെക്സ്റ്റ് വൺ നോക്കാം. താഴെ പറയുന്നവയിൽ നബാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? നബാർഡ് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണെന്ന് ഇവർ ചോദിക്കും അല്ലേ? ആൻസർ എന്താണ്? ഒന്നാമത്തത്, 2ഉം 3ഉം എന്താണ്? നബാർഡ് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ആണ്. എന്തൊക്കെയാണിത്? ബി ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് രൂപീകരിക്കപ്പെട്ടത്. ബി ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. തന്നെ കൃഷിക്കും ഗ്രാമവികസനത്തിനുമായുള്ള ഭാരതത്തിലെ ദേശീയ ബാങ്ക് അതറിയാം. കൃഷിക്കും ഗ്രാമവികസനത്തിനുമായുള്ള ഭാരതത്തിൻ്റെ ദേശീയ ബാങ്ക് എന്നറിയാം. ദെൻ നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. നമുക്ക് 2 പോയിൻറ്റ്സ് അറിയാം. ഇതുകൂടെ പഠിക്കണം അല്ലേ? ബി ശിവരാമൻ കമ്മിറ്റി വേണം. ഇതിനകത്ത് വേണം നബാർഡ്, ബി ശിവരാമൻ കമ്മിറ്റി, പിന്നെ കൃഷി ഗ്രാമവികസനം. ദെൻ നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈയാണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. നെക്സ്റ്റ്, വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6529 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ കേരള സംസ്ഥാനത്ത് കുടുംബശ്രീ നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? ഏത് പദ്ധതിയാണിത്? ഉജ്ജീവനം പദ്ധതിയാണ്. ഏത് പദ്ധതിയാണ്? ഉജ്ജീവനം പദ്ധതിയാണ്. അടുത്തത്, ഗോൾഡൻ റവല്യൂഷൻ ഗോൾഡൻ റവല്യൂഷൻ എന്ന് പറയുമ്പോൾ ഏത് ബന്ധപ്പെട്ടിട്ടുണ്ട്? ഹോർട്ടിക്കൾച്ചറാണ് ഗോൾഡൻ റവല്യൂഷൻ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന എന്ന് പറയുന്ന ആരാണ്? PC മഹലനോബിസാണ്. പ്ലാനിങ്ങിൻ്റെ ശില്പി. ധനബില്ലിനെ സംബന്ധിച്ചുള്ള ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം. ധനബിൽ എന്ന് പറയുമ്പോൾ ഏത് വരുന്നുണ്ട്? 109 ധനബില്ല്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാണ്? ഓപ്ഷൻ ബി. അത് രണ്ടാമത്തെ 3 പറയുമ്പോൾ ഇതൊക്കെയാണ് മായം ചേർക്കലും പിന്നെന്താണ് തൊഴിലുമാണെന്ത് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതല ഏതൊക്കെയാണ്? ചുമതലകൾ എന്തൊക്കെയാണ്? ഏതാണിത്? രണ്ടാമത്തെ അല്ലേ? വോട്ടർ പട്ടിക തയ്യാറാക്കുക എന്നുള്ളതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതല. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ്? ആദ്യ സമ്മേളനം നടന്നത്? 1949 ഡിസംബർ 9 ഡൽഹിയിൽ വെച്ചിട്ടാണ് ആദ്യ സമ്മേളനം നടന്നത്. നെക്സ്റ്റ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് 1989 ശുപാർശ ചെയ്ത ആരാണ്?
തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം കൊടുക്കണമെന്ന് 1989 ശുപാർശ ചെയ്തത് ആരായിരുന്നു? ആരാണ് 89 വന്നത്? PK തുങ്കൻ കമ്മിറ്റി. 89 തുങ്കൻ കമ്മിറ്റി. നെക്സ്റ്റ്, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവ് ഏതാണ്? ഇതെല്ലാം ഇല്ല, 3 ഉണ്ട്. ഹെബിയസ് കോർപ്പസും കോവറണ്ടും സേഷ്യേറ്ററി എന്താണ്? ഹൈക്കോടതിക്ക് കൊടുക്കാൻ കഴിയും. നെക്സ്റ്റ്, താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിർദ്ദേശ തത്വങ്ങൾ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണത്? 2ഉം 4ഉം മീൻസ് അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വം, പരിസ്ഥിതി സംരക്ഷണം അല്ലേ? നിർദ്ദേശ തത്വം വായിക്കാൻ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഏതൊക്കെയാണ്? അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും, പരിസ്ഥിതി സംരക്ഷണവും. നെക്സ്റ്റ് വൺ, സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? നമുക്ക് എന്തറിയാം? അത് 44 നമുക്ക് അറിയാം. അടുത്തത്, ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ജമ്മു കാശ്മീരിലെ പുനഃസംഘടന നിയമം അംഗീകരിച്ചത് എന്നാണ്? ജമ്മു കാശ്മീർ പുനഃസംഘടന നിയമം അംഗീകരിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ 2019 ഓഗസ്റ്റ് 5-ന്. കേരളത്തിൽ 14ാം പഞ്ചവത്സര പദ്ധതി കാലം ഏതാണ്? 22-27 ഈ കാലം അല്ലേ? 22-27 14 ഓക്കെ. നെക്സ്റ്റ്, താഴെ കൊടുത്തിട്ടുള്ളവയിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തത് ഇവയിലേതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? 4ാമത്തതാണ് അല്ലാത്തത് അല്ലേ? ബാക്കിയെല്ലാം പത്താലോലം, സ്നേഹപൂർവ്വം, ശ്രീതരംഗമൊക്കെ എന്താണ്? കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതികളാണ് അല്ലേ? ഇനി കേരള സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ രൂപം കൊണ്ട ഭരണഘടന അനുച്ഛേദം ഏതാണ്? ഇത് 243(1), 243(y) ആണ്. ഓക്കെ. താഴെപ്പറയുന്ന പ്രസ്താവനകളിൽ ബെറിബറിയെ സംബന്ധിച്ച് ശരിയായ ഓപ്ഷൻ ഏതൊക്കെയാണെന്ന് തിരഞ്ഞെടുത്തെഴുതുക. ഏതൊക്കെ വരുന്നത്? 2ഉം 4ഉം 5ഉം എന്താണ്? ബെറിബറി വരുന്നതാണ് അല്ലേ? 2ാമത്തെ അയാമിൻ്റെ അഭാവമാണ്. പിന്നെ ഈ രോഗം കൂടുതലുള്ള രാജ്യങ്ങളിൽ പ്രധാന ഭക്ഷണം മിനുക്കിയ അരി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നുള്ളത് ന്യൂറൈറ്റിസ്, പക്ഷാഘാതം, പേശിവേദന, മാനസിക തകർച്ച, ഹൃദയസ്തംഭനം ഇവയെല്ലാം ലക്ഷണങ്ങളാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും നമുക്ക് അടുത്ത കുറേ ക്വസ്റ്റ്യൻസ്, വെറൈറ്റി ക്വസ്റ്റ്യൻസോട് വീണ്ടും വരാം. സാധാ ക്വസ്റ്റ്യൻസ് പഠിക്കുന്നതിന് കൂടെ തന്നെ പ്രസ്താവന ക്വസ്റ്റ്യൻസ് പഠിക്കുക. നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ എന്തായാലും അല്ലെങ്കിൽ ഈ പ്രിലിംസ് ലിസ്റ്റ് നിങ്ങൾ ഉൾപ്പെടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.